അത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് കോഴ്സിനും മറ്റും കാര്യങ്ങളൊക്കെ കുറേ എൻക്വയറീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ അത്യാവശ്യം ഓർഡർ ഫ്ലോ ഒക്കെ പഠിക്കാനായിട്ട്, ബേസിക്സ് ഒക്കെ പഠിക്കാനായിട്ട് ട്രേഡർ ഡെലിൻ്റെ ഒക്കെ വീഡിയോസ് കാണാം, ബുക്ക് മാപ്പ് പഠിക്കണമെങ്കിൽ ബുക്ക് മാപ്പിൻ്റെ ഒഫീഷ്യലൊക്കെ പോകും. എന്നിട്ട് നിങ്ങൾക്ക് അഡ്വാൻസ് ആണ് വേണമെങ്കിൽ മാത്രം എന്നെ കോൺടാക്ട് ചെയ്യാം. വേറെ ഒന്നുകൊണ്ടല്ല, കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ തുടക്കക്കാർക്ക് അത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ട്. നിങ്ങൾക്ക് ആ സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ഞാനൊരു സ്ട്രാറ്റജി പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലെ മിസ്റ്റേക്സ് നമ്മൾ ഇരുന്ന് കണ്ടെത്തിയിട്ട് സംസാരിച്ച് എവിടെയാണ് ഓർഡറിലുള്ള മിസ്റ്റേക്കാണോ സ്ട്രാറ്റജിയുടെ മിസ്റ്റേക്കാണോ അത്തരം കാര്യങ്ങൾ ആദ്യം തന്നെ നോക്കിയിട്ട് ആണ് ഞാൻ അവർക്ക് ഇന്നത് നമുക്ക് ഇന്നതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ട്രേഡിംഗിൽ മാറ്റം എന്നുള്ളത് നമ്മൾ പറയുന്നത്. ഞാൻ എൻ്റെതായ രീതിയിലുള്ള സ്ട്രാറ്റജീസ് നമുക്ക് ഈ പറയുന്ന പോലെ ഒരു 10-15 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ബേസ് ചെയ്തിട്ട്, അത് ചിലപ്പോൾ വീഡിയോസിലോ കാര്യങ്ങളൊന്നും കാണണമെന്നില്ല എന്ന് ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുണ്ട്. എന്നിൽ നിന്ന് എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് എന്ത് ക്യാച്ച് ചെയ്യാൻ പറ്റണോ അതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ആവും. ഞാനൊരു സ്ട്രാറ്റജി ഓർഡർ ഫ്ലോയും ബുക്ക് മാപ്പിലും പറയുന്നുണ്ട്, അത്യാവശ്യം വർക്കിംഗ് ആണ്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇതുപോലെ അപ്ഡേറ്റ് ചെയ്ത ഒരു പയ്യൻ്റെ ഇതാണ്, കാരണം കുറച്ച് എൻക്വയറി ആയിരുന്നു ആൾ നടത്തിയത്. ഞാൻ ആ സമയത്ത് എനിക്ക് ഡാറ്റ അയച്ചു. ഞാൻ ഓർഡർ ഫ്ലോയിൽ നോക്കുമ്പോൾ അവിടെ ഒരു ബൈങ്ങേ ഇല്ല. അവിടെ വെറുതെ നമ്മൾ ബൈങ്ങില്ലാത്ത സ്ഥലത്ത് ബൈങ് എടുക്കണ്ടല്ലോ. ഞാൻ അപ്പോൾ ആൾക്ക് മെസ്സേജ് അയച്ച ഒരു ചാറ്റാണ് നിങ്ങളിപ്പോൾ ഈ താഴെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ബ്രോ, അതായത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഓർഡർ ഫ്ലോയും ബുക്ക് മാപ്പും ബുക്ക് മാപ്പ് പറഞ്ഞ സംഭവം എവിടെ നിന്നാണ് പഠിക്കേണ്ടത്, പിന്നെ ഈ വോളിയം പ്രൊഫൈലിൻ്റെ അത് ചാർട്ട് അതെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളൂ ഞാനിതുവരെയായിട്ട് യൂട്യൂബ് തപ്പിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതായത് നല്ലൊരു ഇത് കിട്ടിയില്ല. എനിക്കറിയാം ഏതെങ്കിലും ഒരു മെൻറ്റർ കൂടെ ഇരുന്ന് ലൈവായിട്ട് ചെയ്താൽ നമുക്ക് ഇപ്പോൾ ഏതാണേലും വേറെ സ്ട്രാറ്റജി ആണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ സെഷൻ സ്വീപ്പ് എന്ന് പറയും. സെഷൻ സ്വീപ്പ് അല്ല, അതായത് SMCൻ്റെ അഡ്വാൻസിൽ വരുന്ന ആണെന്ന് ആൾ എന്നെ പഠിപ്പിച്ച ആൾ പറഞ്ഞത്. കുഴപ്പമില്ലാതെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു എന്താ വെച്ചാൽ റിസ്ക് മാനേജ്മെൻറ്റ് പക്കയാണ്, പക്ഷേ ഇമോഷൻസ് കുറച്ച് വിഷയമാണ്. പക്ഷേ ഞാനിപ്പോൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചായിട്ട് ഒന്നുകൂടെ മൈൻഡ് കൺട്രോൾ ചെയ്തൊക്കെ റെഡിയാക്കി കൊണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒന്നുകൂടെ, അതായത് ഇപ്പോൾ ബ്രോ പറഞ്ഞ പോലെ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ആളെ സ്ട്രാറ്റജി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി വെച്ചിട്ട് ഏരിയയിൽ നമ്മൾ എടുക്കുന്ന ട്രേഡ് എനിക്ക് ഒരു ചില ഏരിയ എനിക്ക് തോന്നില്ല, അതായത് നല്ലതാണെന്ന് തോന്നില്ല. പക്ഷേ ഞാൻ കയറി എടുക്കും. ഇനിയിപ്പോൾ നല്ലതാണെന്ന് തോന്നി എടുത്തിട്ടും SL അടിക്കുന്ന കുറേ ട്രേഡ്സ് ഉണ്ട്.